ഹലോ ഡിയസ്, അപ്പൊ നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ ഒക്കെ നന്നായി പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഇതിനകത്തെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൂൾ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് എക്സാം എഴുതാൻ സഹായിക്കുന്ന, എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വളരെ കൂൾ ആകാൻ, പെട്ടെന്ന് തന്നെ റിലാക്സ് ആകാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്ക് പറയുന്നുണ്ട്. ഒപ്പം തന്നെ പൊതുവെ ഇതുവരെ നടന്ന എല്ലാ എക്സാമുകളിലും ചോദിക്കാറുള്ള, അതായത് സ്ഥിരമായിട്ട് നീറ്റിൽ ചോദിക്കാറുള്ള ഒരു രണ്ടല്ല മൂന്ന് ടോപ്പിക്കുകൾ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്നെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ഇതിനകത്തെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ അതിനകത്തെ ഇതിന്റെ ട്രിക്ക് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ട്രിക്ക് അതായത് നിങ്ങൾക്ക് ഇപ്പൊ ബയോളജി ആകുമ്പോൾ വിത്തിൻ പെട്ടെന്ന് ആൻസർ ചെയ്തിട്ട് ബാക്കി കെമിസ്ട്രിക്കും അതുപോലെ ഫിസിക്സിനും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും ബാക്കിയുള്ള സമയം. ഇപ്പൊ ബയോളജിയിലെ കോഡുകൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം ലെപ്റ്റോട്ടീൻ എന്താ നടക്കുന്നതെന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. ലെപ്റ്റോട്ടീൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എല്ലില്ലേ, എല്ല്. അപ്പൊ അത് ക്രോമസോം എന്താവും, DNA ക്രോമസോമായി മാറും, നമുക്ക് കാണാൻ പറ്റും ലൈറ്റ് മൈക്രോസ്കോപ്പിൽ. അപ്പൊ ലെപ്റ്റോട്ടീൻ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ വിസിബിൾ ആവും. കോമ്പാക്ഷൻ അതിനകത്ത് ക്രോമസോമിന്റെ കോമ്പാക്ഷൻ കണ്ടിന്യൂസ്. സൈഗോട്ടിൻ എന്ന് പറയുമ്പോൾ സൈ എന്നുള്ളത് സി എന്നാവുക സിനാപ്സിസ് ആണ്. അപ്പം പാരന്റൽ ഫാദറിന്റെയും മദറിന്റെയും ക്രോമസോമുകൾ പെയറിംഗ് നടക്കും. സിനാപ്സിസ്, സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് സംഭവങ്ങളൊക്കെ ഫോം ചെയ്യും. അപ്പം ബൈവാലന്റ് ടെട്രാഡ്. അപ്പം ബൈവാലന്റ് ഫാദറിന്റെയും മദറിന്റെയും ക്രോമസോമുകളെ അങ്ങനെ വരുമ്പോഴാണ് ബൈവാലന്റ് ആവുന്നത്. പാക്കറ്റിൻ, അവിടെ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ പാക്കറ്റിൽ എന്തെങ്കിലും കുരുവൊക്കെ അല്ലേ നമ്മൾ പാക്കറ്റ് ചെയ്ത് വെക്കുക, സീഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ നൊഡ്യൂൾ, റീകോമ്പിനേഷൻ നൊഡ്യൂൾ വരും. പിന്നെ പാക്കറ്റിൽ മാത്രമേ ഇവിടെ സി ഉള്ളൂ, ലെപ്റ്റോട്ടീനിൽ സൈഗോട്ടിൽ ഒന്നുമില്ല. പാക്കറ്റിൽ സി കണ്ടോ, അതുകൊണ്ട് തന്നെ ക്രോസിംഗ് ഓവറിലെ സി കണ്ടോ. അപ്പൊ പാക്കറ്റിൽ ക്രോസിംഗ് ഓവർ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വരും. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പം ഫാദറിന്റെയും മദറിന്റെയും ക്രോമസോമുകൾ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ത് ചെയ്യും, ഇതിനകത്ത് ക്രോസിംഗ് ഓവർ നടക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ. അതുപോലെ ഇനി ഡിപ്ലോട്ടീൻ എന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, ഡിപ്ലോട്ടീനിലെ എന്താണ് ഇതിനകത്ത്, ഡിപ്ലോട്ടീനിലെ കോഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് എല്ല് കണ്ടോ, അതുപോലെ ഡി കണ്ടോ, ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പോഴും എല്ലില്ലേ ഡി ഇല്ലേ. അപ്പൊ ഡിപ്ലോട്ടീനിൽ സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് ഉണ്ടായല്ലോ. അപ്പൊ ക്രോസിംഗ് ഓവർ സംഭവങ്ങൾ നടന്നല്ലോ. അതിനകത്ത് ഇനി അത് ഡിസോൾവ് ചെയ്യും സിനാപ്റ്റോനിമൽ കോംപ്ലക്സ്. അപ്പൊ ബൈവാലൻസ് സെപ്പറേറ്റ് ചെയ്യും. പക്ഷേ എക്സെപ്റ്റ് അറ്റേഴ്സ് എവിടെ, ഒരു കയാസ്മേറ്റ എന്ന് പറയുന്ന സൈറ്റിൽ എന്ത് ചെയ്യുക, ക്രോസിംഗ് ഓവറിന്റെ സൈറ്റ് നടക്കും. അതിങ്ങനെ എക്സ് എന്ന് പറയുന്ന സൈറ്റ് ആയിട്ടുണ്ടല്ലോ പാരന്റിന്റെയും ഫാദറിന്റെയും മദറിന്റെയും ക്രോമസോമുകളുടെ. അപ്പൊ ആ ഒരു ക്രോസിംഗ് ഓവർ നടക്കുന്ന സൈറ്റ് കയാസ്മേറ്റയുടെ അവിടെ എല്ലായിടത്തും എന്ത് ചെയ്യും, സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് സംഭവങ്ങൾ ഡിസോൾവ് ആവും. ഇത് ചിലപ്പം ചില വെർട്ടിബ്രേറ്റ്സിലൊക്കെ അതിനകത്ത് എന്ത് ചെയ്യാം, ഡിപ്ലിക്കാൻ ലാസ്റ്റ് മന്ത്സ് ഓർ ഇയേഴ്സ്. അപ്പൊ ഈ ഒരു ഡിപ്ലോട്ടിൻ സ്റ്റേജ് ഒരുപാട് കാലം നീണ്ടു നിന്നേക്കാം, ഒരുപാട് സമയം നീണ്ടു നിന്നേക്കാം എന്നുള്ളതാണ്. പിന്നെ ഡയാകൈനസിസ്. അപ്പൊ നിങ്ങൾക്ക് ഇനി ലാസ്റ്റ് ഡയാകൈനസിസേ ഉള്ളൂ. അത് കയാസ്മേറ്റയാണ് ഇപ്പൊ ഇനി ഒഴിവായി പോകേണ്ടത്. അപ്പൊ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ അത് ഓർക്കാനും ഐ കണ്ടോ, ഇതിന് എത്രയും ടെർമിനലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും ഐ ഇല്ലേ, ഡയാകൈനസിസിന് കണ്ടോ എത്രയോ ഐ വരുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഡയാകൈനസിസ്, ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ, അങ്ങനെ ക്രോമസോംസ് ഒക്കെ പിന്നെയും ഫുള്ളി കണ്ടൻസ്ഡ് ആവും. മ്യൂട്ടിക് സ്പിൻഡിൽ അസംബിൾ ചെയ്യും, ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ അതിനകത്ത് ഏതിലോട്ടാണ് പോകുന്നത്, മെറ്റാഫേസിലോട്ടാണ് പോകുന്നത്. മിയോസിസിന്റെ മെറ്റാഫേസ് കൊണ്ടിലോട്ട്. ഓക്കെ, ഇതിനകത്തെ നീറ്റ് 2024 ഇത് എങ്ങനെയാണ് ചോദിച്ചത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് കണ്ടോ, അപ്പൊ ഇതിലേ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. അതിന് ക്വസ്റ്റ്യൻ വന്നതേ അതിനകത്ത്. നിങ്ങൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനകത്ത് നമുക്ക് കൂടി ഒരു സപ്പോർട്ട് ആവും, നിങ്ങൾക്കും അത് യൂസ് ആവും. കാരണം നാളെ എക്സാം എഴുതാൻ പോവുകയല്ലേ. അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസർ ഒന്നാണ്, ക്വസ്റ്റ്യൻ ഒന്നാണ്. അപ്പൊ ഒന്നിന്റെ ആൻസർ എന്താണെന്ന് കമന്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നമുക്ക് കൂടി എനിക്കും ഒരു സപ്പോർട്ട് ആവും. കാരണം ഇതൊക്കെ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ ഒന്നും മറക്കരുത്. നീറ്റുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ എക്സാം കഴിഞ്ഞ് അതിന്റെ റാങ്ക് കാര്യങ്ങൾ, അതിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ആയിട്ട് വരും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെച്ചോളൂ. ഒപ്പം ഇന്ന് ഒരുപാട് ട്രിക്കുകൾ ഇന്ന് നാളെയായിട്ട് ചെയ്യാം. അപ്പൊ ഇതിനകത്തെ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഇതും നമ്മൾ പറഞ്ഞതാണ്, ഓരോന്നിനും എന്താ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ മാച്ച് ചെയ്തിട്ട് പെട്ടെന്ന് ആൻസറിലോട്ട് എത്തിയേ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോഴേ മാച്ച് ദ ഫോളോവിൽ എപ്പോഴും നിങ്ങൾക്ക് ടൈം ലാഭിക്കാനുള്ള ഒരു കിടിലൻ ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിനകത്ത് നോക്കുക, എല്ലാം പെട്ടെന്നൊന്ന് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സീലാണ് എല്ലാം ഇതിനകത്ത്. സീല് 3, സീല് 4, സീല് 1, സീൽ 2, സി എല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ സിയുടെ ആൻസർ കറക്റ്റ് ഏതാ നോക്കിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി ഒന്ന് ജസ്റ്റ് ചെയ്യായും ബി ഒന്നും നോക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ, നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. അപ്പൊ ഇതാണ് ഇതിനകത്തെ ഒരു മാച്ച് ദ ഫോളോവിന്റെ ട്രിക്ക്. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ്, ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മൂന്നാമത്തെ ഏതും നമ്മൾ പറഞ്ഞു തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ. മൂന്നാമത്തെ നിങ്ങൾ നോക്കുക. അപ്പൊ ഇതിന്റെ ഒരു സംഭവം എന്നറിയോ, ഇതിൽ എന്താ പ്രശ്നം എന്നറിയോ, ഇതിലെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ഫസ്റ്റ് അങ്ങ് വായിച്ചിട്ട് ഇതങ്ങോട്ട് ചിലപ്പോൾ ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബബിൾ ചെയ്യാൻ പോകും. അങ്ങനെ പോകരുത്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഇതൊരു വലിയ ഒരു പ്രശ്നം, പലർക്കും ഇതിനകത്ത് തെറ്റുപറ്റാറുണ്ട്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ വായിച്ചത് ശരിയാണെങ്കിൽ പിന്നെ അത് ഉറപ്പാണ് ശരിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ടിക്ക് ചെയ്യും. അങ്ങനെ ആവരുത്. നിങ്ങൾ നോക്കൂ, ഇവിടെ മൾട്ടിപ്പിൾ ആണ്, ഇവിടെ ബിയും ഡിയും എയും സിയും അങ്ങനെ ഉണ്ട്. അപ്പം നിങ്ങളെല്ലാം വായിച്ചിട്ട് വേണം ഇവിടെ ഏതാണ് ശരിയെന്ന് നോക്കാൻ. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ തെറ്റരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ മാർക്കിൽ വലിയ ഒരു പ്രശ്നമാണ്, അത് ശ്രദ്ധിക്കണം നിങ്ങൾ.
പെട്ടെന്ന് തന്നെ നിങ്ങൾ കാണുമ്പോഴേ അതിലോട്ട് അങ്ങ് പോകും. പിന്നെ ഇതിന്റെ നാലാമത്തെ ക്വസ്റ്റൻ നമ്മൾ പറഞ്ഞതിന് ആൻസർ നിങ്ങൾ ചെയ്യൂ. അഞ്ചാമത്തെ വിധം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതിനകത്തെ ആൻസർ ചെയ്യൂ. ആറാമത്തതും ഇതാ വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതൊക്കെ വർഷങ്ങളായി ഇപ്പോൾ അത് വന്നത്. നീറ്റ് 2024 നമ്മൾ ഇതിനകത്ത് കണ്ടു. 2024 തന്നെ ആ ഒരു ചെറിയ ഭാഗത്ത് നിന്ന് മിയോസിന്റെ ചെറിയ ഭാഗത്ത് നിന്ന് 2024 വീണ്ടും റിപ്പീറ്റ് അടിച്ചു കണ്ട ഒരു എക്സാമിന് തന്നെ 2 ക്വസ്റ്റ്യൻ 2023 വീണ്ടും വന്നു, 2022 വീണ്ടും വന്നു, 2021 വീണ്ടും വന്നു, 2020 വീണ്ടും വന്നു. ഇതും ഞാൻ ഓർക്കുന്നു 2020 ആണെന്നാണ് എന്റെ ഓർമ്മ. ഈ വീണ്ടും കണ്ടു 2020. അപ്പൊ എത്ര ഒരു ചെറിയ സ്ലൈഡിൽ നിന്ന് എത്ര ഭാഗമാണ് വന്നത് നോക്കൂ. സോ നമ്മളെ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്, ഇനി ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് കൂടി ഉണ്ട്, അതും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്, അതും ഞാൻ പറയാം. അപ്പൊ ഇതിലോട്ട് പോകും. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതേ ഒരു സെൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് ഡിവിഷൻ നടക്കുന്ന എം ഫേസ് ഉണ്ടാവും, ബാക്കി ഇന്റർഫേസും ഉണ്ടാവും. അപ്പൊ ഇന്റർഫേസ് ആണ് ഇപ്പം ഹ്യൂമൻ സെൽസ് ഇന്റർഫേസ് ആണ് കൂടുതൽ സമയവും, അതായത് 95% മുകളിലും ടൈം ഇന്റർഫേസിന് വേണ്ടിയിട്ടുണ്ട്. കാരണം അത് പ്രിപ്പറേഷന് വേണ്ടി ഒരുങ്ങുന്ന ആക്ച്വൽ ഡിവിഷൻ വളരെ കുറഞ്ഞ സമയമുള്ളൂ. കാരണം ഇതിനകത്ത് നോക്കൂ, മനുഷ്യന്റെ സെൽ സൈക്കിളിൽ 24 അവർ ആണ് ടോട്ടൽ സൈക്കിളിന്റെ വരുന്നതെങ്കിൽ അതിൽ 1 അവറെ ശരിക്കും ഡിവിഷൻ നടക്കുന്നുള്ളൂ. മൈറ്റോസിസ് അവിടെ നടക്കുന്നത് 1 അവർ ആണ്. ബാക്കി അതിന് വേണ്ടിയിട്ടുള്ള DNA റെപ്ലിക്കേഷന് ഡബിളിങ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത്, സിന്തസിസ് പ്രോട്ടീൻ സിന്തസിസ് ഒക്കെയാണ് നടക്കുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. 95% സംഭവം ഈ ഒരു സംഭവം 24 അവർ സൈക്കിളാണെങ്കിലും അതിൽ 1 അവറെ ഡിവിഷൻ ആക്ച്വലി നടക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ അതിനുവേണ്ടി ഒരുക്കമാണ്, ഇന്റർഫേസ് ആണ്. പിന്നെ അതിനകത്ത് അപ്പം 2 ഫേസുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ NCERT ഡയഗ്രാം ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആണ്, അതെല്ലാം നോക്കി പോയിക്കൊള്ളൂ കേട്ടോ. അതിനകത്ത് പ്രത്യേകം ചോദിക്കും. അതിനകത്ത് മൈറ്റോസിസിലെ ഓരോ മെറ്റാഫേസ് എന്താണ്, പ്രോഫേസ് അനാഫേസിന്റെ ഡയഗ്രാം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിനകത്ത് G1 ഫേസിൽ നിങ്ങൾക്ക് അറിയാലോ ഇന്റർവെൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് DNA റെപ്ലിക്കേഷൻ ആണ്. പിന്നെ ഇവിടെ മൈറ്റോസിസിന്റെ കേസിൽ ഇങ്ങനെയാണ്, സെൽ ആ ഒരു സമയത്താണ് സെൽസ് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഗ്രോത്ത് സംഭവങ്ങൾ നടക്കും. DNA ഇവിടെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ G1 ഫേസിൽ എന്താണ്, മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളത് G1 ഉള്ളൂ. എസ് ഫേസിലാണ് സിന്തസിസ്, ഒക്കെ നിങ്ങൾക്ക് അറിയാം, എല്ലാവരും പഠിക്കുന്ന DNA സിന്തസിസ് റിപ്ലിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പിന്നെ G2 ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പ്രോട്ടീൻ സിന്തസിസ് ആണ്, സെൽ ഗ്രോത്ത് കണ്ടിന്യൂസ്, ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പ്രോട്ടീൻ സിന്തസിസ്. പിന്നെ G0 എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള ക്യൂസന്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണ്, അതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അതുമായി ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യനുകൾ നിങ്ങൾ നോക്കൂ. ഞാൻ ഇനി മൂന്നാമത്തെ ടോപ്പിക്കോട് പറയാം, അതിന്റെ മുന്നേ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2024 ചോദിച്ചതാണ്. അപ്പൊ ഞാൻ 8ാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞ നമ്പർ ഇട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി 9ാമത്തെ അതേ സംഭവം, അത് ഈ ഒരു ഭാഗത്ത് നിന്ന്, അതായത് സെൽ സൈക്കിളിന്റെ ഫേസുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കണ്ടോ നിങ്ങൾ. പിന്നീട് നമ്മുടെ 10ാമത്തെ ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ പിന്നെ ബ്രീത്തിങ് ടെക്നിക്കിന്റെ ആ ഒരു റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അത് ഞാൻ ഇതിനകത്ത് പറയാം. അതായത് ഇതിനെ ഡബിൾ ഇൻഹലേഷൻ എന്നാണ് ഈ ഒരു ടെക്നിക്കിനെ പറയാം. നിങ്ങൾക്ക് ഇപ്പം ഇന്ന് തന്നെ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോളൂ, ഈ ഡബിൾ ഇൻഹലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്. അതായത് നിങ്ങളെ ഒരു നോസ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ബ്രീത്ത്, ഞാനിപ്പോ അത് സ്റ്റോപ്പ് ചെയ്തു, പക്ഷെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് അവിടെ ബ്രീത്ത് എന്ത് ചെയ്യുക, പിടിച്ച് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞുതരാം, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക. ഒരിക്കൽ നിങ്ങൾ ബ്രീത്ത് ഇങ്ങനെ എടുക്കാം, വീണ്ടും അത് വിടരുത്, വീണ്ടും ഒന്നുകൂടി എടുക്കാം. ഡബിൾ ഇൻഹലേഷൻ എന്നാണ് പറയുക. അപ്പൊ നിങ്ങൾ 2 തവണ ശ്വാസം എടുത്തിട്ട് പിന്നെ അതിന് റിലാക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പുറത്തോട്ട് കളയുക. കുറച്ച് നേരം അവിടെ പിടിച്ചു വെച്ചിട്ട് പിന്നെ അതങ്ങ് കളയുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡബിൾ ഇൻഹലേഷൻ എന്ന് പറയുന്നത് ലങ്സ് നല്ലോണം ഇൻഫ്ലേറ്റഡ് ആവും. അപ്പൊ അതുകൊണ്ടാണ് ഇത് ലങ്സ് നല്ലോണം വികസിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് എയർ വരുന്നതുകൊണ്ട് നിങ്ങൾ കൂളായിട്ട് പെട്ടെന്ന് റിലാക്സ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സാമുകളിൽ ഇപ്പൊ ഇന്ന് തന്നെ ഇത് പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നാളെ ആകുമ്പോഴേക്കും നിങ്ങൾ വളരെ കൂളായിരിക്കും, നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇതിന് കാണിക്കാം. ഇതിനകത്ത് അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ, അതായത് നിങ്ങളെ എന്ത് ചെയ്യാം, നിങ്ങൾ ആദ്യം നിങ്ങളുടെ നോസിലൂടെ ഒരു നോസ് കുത്തി പിടിച്ചിട്ട് അതിനകത്ത് നല്ലോണം എയർ എടുക്കാം. എന്നിട്ട് പിന്നെ നിങ്ങൾ അത് വിടരുത്, അത് പിടിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഒന്നുകൂടി എന്ത് ചെയ്യുക, എയർ എടുക്കുക. അപ്പൊ ഡബിൾ ഇൻഹലേഷൻ എന്നാണ്. അതായത് ഇങ്ങനെ പിന്നെ നിങ്ങൾ അത് പിടിച്ചു വെച്ച് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, സാവധാനം അതിനകത്ത് മറ്റേ നോസിലൂടെ എയർ അങ്ങ് എക്സൈൽ ചെയ്യുക. അപ്പം 2 വട്ടം ഇൻഹേൽ ചെയ്യണം, അത് മറിക്കരുത്, അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ്. അപ്പൊ ലങ്സ് ഒരു വട്ടം ഇൻഹേൽ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് എന്തെങ്കിലും വികസിച്ചിട്ടുണ്ടാവും, എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു ഇൻഹലേഷനോട് വരുമ്പോൾ മാക്സിമം അവിടെ ഇൻഫ്ലേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിനകത്ത് റിലാക്സ് ചെയ്യാൻ സഹായിക്കുമെന്നാണ് ന്യൂറോളജിസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ എന്തായാലും ഇതിനെ ഡബിൾ ഇൻഹലേഷൻ ടെക്നിക് എന്നാണ് പറയുക. അപ്പം അതാണ് നമ്മുടെ സംഭവം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ സൈഗോമോർഫിക് ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സിന്റെ എക്സാമ്പിൾ ഉണ്ടല്ലോ, അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ സൈഗോമോർഫിക് ആക്ടിനോമോർഫിക് സംഭവങ്ങൾ, അതിന്റെ എക്സാമ്പിളുകൾ നിങ്ങൾ പഠിക്കാൻ മറക്കണ്ട. അപ്പം അത് പോയിട്ട് NCERT നോക്കിക്കോളൂ. ഞാൻ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അതിനകത്ത് സൈഗോമോർഫിന്റെയും ആക്ടിനോമോർഫിന്റെയും നിങ്ങൾ കമന്റ് ആയിട്ട് അതിനകത്ത് പറഞ്ഞോളൂ. അപ്പൊ നിങ്ങൾക്ക് അത് മറക്കില്ലല്ലോ.
അപ്പൊ നിങ്ങൾ സൈക്കോമോർഫിക്കിന്റെ എക്സാമ്പിൾ, ആക്ടോമോർഫിക്കിന്റെ എക്സാമ്പിൾ നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യൂ. അപ്പം ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ. അപ്പൊ നിങ്ങൾ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് മാർക്ക് ചെയ്ത്. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.